ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സെയിൻഗസ്റ്റിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയ വിഷയം എന്നത് മോഡേണിസത്തിൻ്റെ ഇന്റലക്ച്വൽ പ്രതിസന്ധികൾ എന്ന കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. ഈ വിഷയം അഥവാ ഈ മോഡേണിസം എന്നത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു വിഷയമാണ്. അഥവാ എല്ലാ കാര്യത്തിനും ഈ മോഡേണിസം ബാധിക്കുന്നുണ്ട്. ഏത് കാര്യം എടുത്തു നോക്കിയാലും, അതുപോലെ നമ്മുടെ മതത്തെ എടുത്തു നോക്കിയാലും, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ എടുത്തു നോക്കുകയാണെങ്കിലും ഈ മോഡേണിസം എന്ന ഈ ഒരു തത്വം അല്ലെങ്കിൽ ഒരു ചിന്ത ബാധിക്കുന്നുണ്ട്. മോഡേണിസം അഥവാ രണ്ട് രീതിയിലാണ്, പല രീതികളിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, മോഡേണിസം ഉള്ളത് പുതിയ ചിന്ത. ഈ പുതിയ ചിന്ത എന്നുള്ളത് പുതിയ കാര്യങ്ങളെ, പഴയതൊന്നും നല്ലതല്ല, പുതിയതാണ് നല്ലത്. ഈ ഒരു ചിന്തയാണ് മോഡേണിസത്തിന്റെ ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന ചിന്താഗതികൾ. ഇങ്ങനെയുള്ള ഈ ചിന്താഗതികൾ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും, ഈ മോഡേണിസം ബാധിക്കുന്ന പല കാര്യങ്ങളിലും ഈ ചിന്താഗതികള് വളരെയധികം ബാധിക്കുന്നുണ്ട്. കാരണം യൂറോപ്പിലെ സംസ്കാരം അത് മുന്തിയ സംസ്കാരമാണ്. മറ്റു രാജ്യങ്ങളിലെ സംസ്കാരം അത്ര പോരാ. കാരണം യൂറോപ്പിലേതാണ് മോഡേൺ ആയ സംസ്കാരം. അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം യൂറോപ്പിനെയാണ് പിന്തുടരുന്നത്. ആ മോഡേൺ ആവാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, ഇസ്ലാമിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അഥവാ മതത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മതേതരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല കാലങ്ങളെയും ഈ മോഡേണിസം എന്ന ഈ വിഷയം ചോദ്യം ചെയ്യുന്നുണ്ട്. മതത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മളെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഫെമിനിസം. ഇതുപോലത്തെ നിഹിലിസം, അങ്ങനെ പല ഇസങ്ങളും ഉണ്ട്. ഈ മോഡേണിസം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അത് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന, ഇസ്ലാമിലെ മുസ്ലിങ്ങളായ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഫെമിനിസം. ഈ ഫെമിനിസം എന്താന്ന് വെച്ചാല്, ഫെമിനിസത്തെ അവർ എന്തൊക്കെ സ്ത്രീകളെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവർ അതിനുവേണ്ടി ചെയ്യുന്ന രീതികളെ നാം അനുകൂലിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ചെയ്യുന്ന രീതി എന്നത്, ഇപ്പോൾ നമുക്ക് ഒരു പരസ്യം കാണുകയാണെങ്കിൽ, ആ പരസ്യത്തില് ഒരു കാറിന്റെ പരസ്യമാണെങ്കിൽ ആ കാറ് മാത്രമല്ല അതിലുണ്ടാവുക, ഒരു സ്ത്രീ കൂടെ അതിൽ വെക്കും. ഈ സ്ത്രീയെ എങ്ങനെയെല്ലാം കച്ചവടവൽക്കരിക്കാൻ പറ്റുമോ അത്രയും കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്ത്രീകൾ അറിയുന്നില്ല. കാരണം നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവനായിട്ട് മറച്ചുകൊണ്ടാണ് മറ്റുള്ള ഒരാളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ സ്ത്രീകൾ മനസ്സിലാക്കാതെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പരസ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു പരസ്യം, ആ പരസ്യത്തില് ഒരു സ്ത്രീ കൂടെ വെക്കുന്നു. ആ സ്ത്രീയെ കച്ചവടവൽക്കരിക്കുകയാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീകൾ പറയുന്നത്, ഞങ്ങൾ ജോലി ആണെങ്കിൽ ഞങ്ങളും മുന്തിയവരാകും, പുരുഷന്മാരെ പോലെ ഞങ്ങളും ഉയർന്നവരാകും. അതുപോലെ ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിലിരുന്നാല് അഥവാ അമ്മയാകാനോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭക്ഷണം പാകം ചെയ്യാനോ ഞങ്ങൾക്ക് പറ്റില്ല, കാരണം ഞങ്ങൾ അത്ര താഴ്ന്നവരല്ല. നമ്മൾ ഇസ്ലാമിലേക്ക് എതിർത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഒരു ഉമ്മയാവുക എന്നുള്ളത് എത്രത്തോളം മഹത്വമേറിയ ഒരു കാര്യമാണ്. പിന്നെ ഇസ്ലാം പറയുന്നുണ്ട്, സ്ത്രീ ഒരു പൊന്നിനെ പോലെയാണ്, അത് നമ്മൾ ഒരു ഷെൽഫിലെടുത്ത് അല്ലെങ്കിൽ അലമാറയ്ക്കകത്ത് പൂട്ടി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ കൂടെ ഒരു മെഹറമായ ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. അത്രയും ഇസ്ലാം അതിനെ പൊതിഞ്ഞു കൊണ്ട് നടക്കുമ്പോൾ ഈ ഫെമിനിസം പറയുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം,
ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെമിനിസം അതിനെ മോഡേൺ ആക്കിക്കൊണ്ട് വരികയാണ്. മോഡേൺ ആക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാല് അവർ തോന്നിയ പോലെ സ്ത്രീകളെ ചിത്രീകരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ആ കാര്യത്തിൽ നമ്മൾ മോഡേൺ ആകേണ്ടതില്ല. കാരണം അത്രക്ക് മോശമായ ഒരു കാര്യമാണ് അത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.